ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ ഒരു പുതിയ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഈ അഡ്വഞ്ചർ ഓഫ് ബാബ് സോമജയിലേക്ക് സ്വാഗതം. ഞാൻ സോമകുമാരനാണ്. ഒരു ഫോട്ടോഗ്രാഫറും സാഹസികനുമാണ്. ഈ അവിശ്വസനീയമായ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ചാനലിൽ ഞാൻ അതിമനോഹരമായ ലക്ഷ്യസ്ഥാനങ്ങൾ പര്യവേക്ഷണം ചെയ്യും, യാത്രാനുറുങ്ങുകൾ പങ്കിടും, ഫോട്ടോഗ്രാഫി കലയിൽ മുഴുകും. എൻ്റെ ആദ്യ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് യാത്രാ ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമായ അവശ്യ ഗിയറിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പരിചയസമ്പന്നനായ പ്രൊഫഷണലായാലും അല്ലെങ്കിൽ ആരംഭിക്കുന്നതിനോ ആകട്ടെ, ശരിയായ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും. മികച്ച ഇമേജ് ക്വാളിറ്റിയും പോർട്ടബിലിറ്റിയും വാഗ്ദാനം ചെയ്യുന്ന ഒരു ബഹുമുഖ ക്യാമറ ഞാൻ എപ്പോഴും കൈവശം വയ്ക്കാറുണ്ട്. നിങ്ങളുടെ ലെൻസുകൾ മറക്കരുത്. ലാൻഡ്സ്കേപ്പുകൾക്കുള്ള വൈഡ് ആംഗിൾ, വന്യജീവികൾക്കുള്ള ടെലിഫോട്ടോ, അതിശയിപ്പിക്കുന്ന പോർട്രേറ്റുകൾക്കുള്ള പ്രൈം ലെൻസ്. തീർച്ചയായും ദൈർഘ്യമേറിയ എക്സ്പോഷറിനും രാത്രി ഫോട്ടോഗ്രാഫിക്കും ഉറപ്പുള്ള ട്രൈപോഡ് നിർബന്ധമാണ്. കൂടാതെ ദിവസേനയുള്ള യാത്രാനുറുങ്ങുകൾ പകർത്തുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമായി ഒരു ആക്ഷൻ ക്യാമറ കൂടി വേണ്ടതാണ്. ലാൻഡ്സ്കേപ്പുകൾ ഫോട്ടോ എടുക്കുമ്പോൾ കോമ്പോസിഷനിലും ലൈറ്റിംഗിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമതുലിതമായതും ദൃശ്യപരമായി ആകർഷകവുമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിന് 3-1 നിയമം ഉപയോഗിക്കുക. കാഴ്ചക്കാരൻ്റെ കണ്ണുകളെ ദൃശ്യത്തിലേക്ക് ആകർഷിക്കാൻ പാതകളോ നദികളോ പോലെയുള്ള മുൻനിര ലൈനുകൾക്കായി തിരയുക. വ്യത്യസ്ത കോണുകളും കാഴ്ചപ്പാടുകളും പരീക്ഷിക്കാൻ ഭയപ്പെടരുത്. അടുത്തതായി, തിരക്കേറിയ മാർക്കറ്റ് സന്ദർശിച്ച് പ്രാദേശിക സംസ്കാരത്തിൽ മുഴുകാം. ചന്തകൾ ചടുലവും ചലനാത്മകവുമായ സ്ഥലങ്ങളാണ്. കാൻഡിഡ് ഷോട്ടുകളും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയും പകർത്താൻ അനുയോജ്യമാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഛായാചിത്രം എടുക്കണമെങ്കിൽ ആദരവോടെ അനുവാദം ചോദിക്കുക. നാട്ടുകാരുമായി ഇടപഴകുന്നത് കൂടുതൽ ആധികാരികവും ഹൃദയസ്പർശിയായതുമായ ചിത്രങ്ങളിലേക്ക് നയിക്കും. ട്രാവൽ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളുമായി നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധമാണ്. ഓരോ വ്യക്തിക്കും ഒരു അദ്വിതീയ കഥയുണ്ട്. നമ്മുടെ ലെൻസിലൂടെ നമുക്ക് ആ കഥകൾ ലോകവുമായി പങ്കിടാം. വിടവുകൾ നികത്തുന്നതിനും ധാരണ വളർത്തുന്നതിനുമുള്ള ശക്തമായ ഉപകരണമാണ് ഫോട്ടോഗ്രാഫി. ദിവസം അവസാനിക്കുമ്പോൾ സുവർണ്ണ മണിക്കൂർ പിന്തുടരാനുള്ള സമയമാണിത്. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും മൃദുവും ഊഷ്മളവുമായ വെളിച്ചം ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ മാന്ത്രിക നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നു. ചിത്രങ്ങൾ മെച്ചപ്പെടുത്താൻ രസകരമായ സിലൗട്ടുകൾ, പ്രതിഫലനങ്ങൾ, സ്വാഭാവിക ഫ്രെയിമുകൾ എന്നിവയ്ക്കായി നോക്കുക. ക്യാംസൈറ്റിലേക്ക് മടങ്ങുക. എടുത്ത ഫോട്ടോകൾ അവലോകനം ചെയ്യാം. പോസ്റ്റ് പ്രോസസ്സിംഗ് ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രധാന ഭാഗമാണ്. കൂടാതെ അഡോബി ലൈറ്റ് റൂം പോലുള്ള ഉപകരണങ്ങൾ ചിത്രങ്ങളിൽ മികച്ചത് കൊണ്ടുവരാൻ സഹായിക്കും. കാഴ്ചയുമായി പൊരുത്തപ്പെടുന്നതിന് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, നിറങ്ങൾ എന്നിവ ക്രമീകരിക്കുക. ഓർക്കുക, എഡിറ്റിംഗ് ഒരു കലാരൂപമാണ്. അതിനാൽ നിങ്ങളുടെ തനതായ ശൈലി പരീക്ഷിക്കാനും വികസിപ്പിക്കാനും ഭയപ്പെടരുത്. നമുക്ക് നമ്മുടെ സാഹസികതയെക്കുറിച്ച് ചിന്തിക്കാം. യാത്രയും ഫോട്ടോഗ്രാഫിയും മനോഹരമായ ചിത്രങ്ങൾ പകർത്താൻ മാത്രമല്ല, ആഴത്തിലുള്ളതും കൂടുതൽ അർത്ഥവത്തായതുമായ രീതിയിൽ ലോകത്തെ അനുഭവിക്കുക കൂടിയാണ്. ഇത് പ്രകൃതിയുമായി ബന്ധപ്പെടുന്നതിനും വ്യത്യസ്ത സംസ്കാരങ്ങളെ മനസ്സിലാക്കുന്നതിനും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുന്നതിനുമാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചെങ്കിൽ ദയവായി ഒരു തംസ് അപ്പ് നൽകുക. ഈ അഡ്വഞ്ചർ ഓഫ് ബാബ് സോമജ സബ്സ്ക്രൈബ് ചെയ്യുക. ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകളും ചോദ്യങ്ങളും പങ്കിടുക. നിങ്ങളിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ അടുത്ത സാഹസികതയ്ക്കായി കാത്തിരിക്കുക.